ട്രാക്ക് മാറ്റി സ്വർണം ഇന്ന് കയറ്റം. ഒരു പവന് സ്വർണത്തിന്റെ വിലയെങ്ങനെ? സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനു മുമ്പ് സംസ്ഥാനത്തെ സ്വർണവില വർദ്ധിച്ചു. US ചൈന സമവായത്തെ തുടർന്ന് കുത്തനെയിടിഞ്ഞ സ്വർണം ഇന്ന് കയറുകയായിരുന്നു. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 8,765 രൂപയായി. പവന് 120 രൂപ വർദ്ധിച്ച് 70,120 രൂപയിലെത്തി. ഭാരം കുറഞ്ഞ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 7,190 രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 108 രൂപയിൽ തുടരുന്നു. ഇന്നലെ കുറഞ്ഞത് 2,360. തിങ്കളാഴ്ച സംസ്ഥാനത്തെ സ്വർണവില 2 തവണയായി പവന് 2,360 രൂപ കുറഞ്ഞിരുന്നു. രാവിലെ പവന് 1,320 രൂപയാണ് കുറഞ്ഞത്. ഉച്ചയോടെ USഉം ചൈനയും സമവായത്തിലെത്തിയെന്ന വാർത്ത വന്നു. അന്താരാഷ്ട്ര വിലയിൽ സ്വർണം കുത്തനെയിടിഞ്ഞു. തുടർന്ന് കേരളത്തിലും സ്വർണം പവന് 1,040 രൂപ കുറഞ്ഞു. ഇന്നലെ കുത്തനെയിടിഞ്ഞെങ്കിലും ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം കയറ്റത്തിലാണ്. ഇന്ത്യൻ സമയം രാവിലെ 10 മണിക്ക് ഔൺസിന് 3,238.56 എന്ന നിലയിലാണ് വ്യാപാരം. കഴിഞ്ഞ ദിവസത്തേക്കാൾ 0.39% ഉയർച്ചയിലാണ്. ഇനി വിപണിയുടെ നോട്ടം ഇങ്ങനെ. ലോക സാമ്പത്തിക ശക്തികളായ USഉം ചൈനയും വ്യാപാരയുദ്ധത്തിന് താത്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് വിപണിക്ക് ആശ്വാസമുള്ള കാര്യമാണ്. ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഒഴിവായെന്ന ആശ്വാസമാണ് വിപണിക്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതും ഡോളർ ഇൻഡെക്സ് മികച്ച നിലയിലായതും നിക്ഷേപകർക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇതോടെ കൂടുതൽ സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് പകരം ഓഹരി വിപണിയിലും മറ്റു മാർഗങ്ങളിലും നിക്ഷേപിക്കാൻ തുടങ്ങി. ഇതോടെ സ്വർണത്തിന്റെ വിലയിടിയുകയായിരുന്നു. ഇന്ന് പുറത്തുവരാനിരിക്കുന്ന ഉപഭോക്തൃ വില സൂചിക കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇലാകും ഇനി വിപണിയുടെ കണ്ണ്. ഇതനുസരിച്ചാകും ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ തീരുമാനിക്കുക. ഇന്ത്യയുടെ ഉപഭോക്തൃ വില സൂചികയും ഇന്ന് പുറത്തുവരും. ആഭരണം വാങ്ങാൻ എത്ര വേണം? ഇന്ന് ഒരു പവന്റെ വില 70,120 രൂപ. എന്നാൽ ഇതേ തൂക്കത്തിലുള്ള സ്വർണ്ണ ആഭരണം വാങ്ങാൻ ഇത് പോരാ. ഇന്നത്തെ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞത് 5% പണിക്കൂലി, സ്വർണത്തിലും പണിക്കൂലിക്കും 3% നികുതി, 45 രൂപ ഹാളുമാർക്ക് ചാർജ്, അതിന് 18% നികുതി എന്നിവയും ചേർത്ത് കൃത്യമായി പറഞ്ഞാൽ 75,888 രൂപയെങ്കിലുമാകും. ഡിസൈന്, മോഡല് എന്നിവ അനുസരിച്ച് പണിക്കൂലിയിലും വിലയിലും മാറ്റം വരാം. നിക്ഷേപകർ ചെയ്യേണ്ടതെന്ത്? സ്വർണം, വെള്ളി വിലയിലെ ചാഞ്ചാട്ടം ഈ ആഴ്ച മുഴുവന് തുടരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുകൊണ്ട് ഇവയിലെ നിക്ഷേപം കരുതലോടെ വേണം ചെയ്യാൻ. ഡോളർ ഇൻഡെക്സും വിവിധ രാജ്യങ്ങളിലെ അതിർത്തി പ്രശ്നങ്ങളും വിലയിൽ സ്വാധീനമുണ്ടാക്കും.